ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോൻ്റെ തലയിൽ നിറയെ താരനും ചൊറിച്ചിലും നിറച്ച് താരൻ കേട്ടോ, ഒന്നും ശ്രദ്ധിക്കാറില്ല. അപ്പോൾ മൂത്ത മോൻ്റെ കാര്യമായിട്ടാണ് പറയണേ. അപ്പോൾ അവന് വേണ്ടിയിട്ട് ഞാൻ റെഡിയാക്കുക, നമ്മൾ വീട്ടിൽ തന്നെ നമ്മുടെ തലയിലെ താരനും ചൊറിച്ചിലും പിന്നെ മുടി നല്ല സോഫ്റ്റൊക്കെ ആവാൻ വേണ്ടിയിട്ട് എൻ്റെ ചെറുപ്പത്തിലേക്ക് ഞാനതാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ എനിക്ക് അന്ന് ഒരുപാട് മുടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളത് തന്നെ ചെമ്പരത്തിയുടെ പൂവും അതുപോലെ ചെമ്പരത്തിയുടെ ഇലയും കൂടെ കുറച്ചത് പൊട്ടിക്കുക. അതിന് ശേഷം നമ്മളത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക. പിന്നെ എൻ്റെ എല്ലാ കാര്യത്തിനും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരവുണ്ട് കേട്ടോ. അവനിങ്ങനെ കൈയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാണ് കേട്ടോ, വൃത്തിയാക്കി തരികയാണ്. അങ്ങനെ നമ്മൾ നല്ല അതിൽ പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഒന്നില്ലെങ്കിൽ അമ്മീമ വെച്ച് അരയ്ക്കുക. അത് കുറച്ച് മെനക്കേടുള്ള പരിപാടിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നന്നായി കഴുകി വൃത്തിയാക്കി നമ്മൾ മിക്സിയിലിട്ടിട്ട് നമ്മളതൊന്ന് കുറച്ചധികം ഉണ്ടായിരുന്നുണ്ട്. കാരണം എനിക്കും തലയിൽ തേക്കേണ്ടതുണ്ടായിരുന്നു. നമ്മളപ്പോൾ ഈ പുറമേ നിന്ന് വാങ്ങുന്ന ഈ ഷാമ്പു പിന്നെ ഒരുപാട് താരനൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പൈസ ചിലവാക്കി കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഈ ചെമ്പരത്തിയുടെ പൂവും ചെമ്പരത്തിയുടെ ഇലയും പിന്നെ നമ്മൾ കറ്റാർ വാഴ ഉണ്ടെങ്കിൽ കറ്റാർ വാഴയുടെ നീരും കൂടെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പക്ഷേ ചേർത്തിരുന്നു, പക്ഷേ അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടാണ്. അപ്പോൾ അതെല്ലാം കൂടി ഇട്ടിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മിക്സിയിൽ നമ്മൾ നന്നായിട്ട് അടിച്ചെടുക്കുക കേട്ടോ. ഇത് അടിച്ചെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നല്ലൊരു കുഴമ്പ് രൂപത്തിലാവും കേട്ടോ. അപ്പോൾ നോക്കിയേ കണ്ട, ഇതുപോലെ ആവണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് എന്താ പറയുക, നല്ല കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട്. പക്ഷേ ഇത് കുറച്ച് കട്ടയായിപ്പോയി. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക, നമ്മുടെ തലയോട്ടിലും മുടിയിലൊക്കെ. എന്നിട്ടൊരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് നമ്മൾ ഷാമ്പു എങ്ങനെയാണ് തേച്ച് കളയത് കുറച്ച് മെനക്കേടാണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തലയിലൊക്കെ തേച്ച് കഴിഞ്ഞാൽ കുറച്ചധികം വെള്ളം ഉപയോഗിച്ച് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്യണം. ഇതിൻ്റെ ഒരു സാധനം കൂടെ നമ്മളെ തലയിൽ ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അങ്ങനെ നന്നായിട്ട് ഇപ്പോൾ ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു 3 ദിവസം ഒക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ തലയിലെ താരനും ചൊറിച്ചിലും ഒക്കെ മാറി മുടി അടിപൊളിയാവും. അപ്പോൾ എല്ലാവരും യൂസ്